നമുക്ക് കൊല്ലത്തേക്ക് പോകേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന വിവരം ഇന്നത്തെ ദിവസം സംബന്ധിച്ച് നൽകാനുണ്ട്. കൊല്ലം ജില്ലയിൽ UDFിന്റെ വിദ്യാർത്ഥി സംഘടനകളായ UDYFിന്റെ നേതൃത്വത്തിൽ ഇന്ന് കരിദിനം ആചരിക്കുന്നു. കരുനാഗപ്പള്ളി MLA CR മഹേഷിനെതിരെ കഴിഞ്ഞ ദിവസമുണ്ടായ LDF ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് കരിദിനം. നിരവധി പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്നാണ് വിവരം. രാജീവ് കൊല്ലത്തു നിന്ന് ചേരുന്നു. രാജീവ്, വലിയ അതിക്രമമാണ് അവിടെ ഉണ്ടായത്. ഇപ്പോൾ എങ്ങനെയാണ് കരിദിനം ആചരിക്കുന്നത്? പ്രതിഷേധം എങ്ങനെ രേഖപ്പെടുത്തുന്നു? സിജി, ഇന്ന് UDFിന്റെ വിദ്യാർത്ഥി സംഘടനകളായ UDYFിന്റെ നേതൃത്വത്തിലാണ് കരിദിനം ആചരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയാണ്, UDYF ജില്ലാ കമ്മിറ്റിയാണ് ഇതിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. UDYFിന്റെ പ്രവർത്തകരെല്ലാം തന്നെ ഇന്ന് കറുത്ത ബാഡ്ജ് അണിയണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് ഓരോ പ്രവർത്തകർക്കും നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു കരിദിനം ആചരിക്കുന്ന നിലയിലേക്ക് എത്തിയത്. ഈ കൊട്ടിക്കലാശം നടക്കുന്നതിനിടയിലേക്ക് ഈ UDF പ്രവർത്തകർ കൊട്ടിക്കലാശം നടത്തുന്ന ഇടയിലേക്ക് UDF പ്രവർത്തകന്റെ ഇടയിലേക്ക് ഈ LDF പ്രവർത്തകർ ഇരച്ചു കയറിയാണ്. ഇത് ചോദ്യം ചെയ്തതാണ്, ഇത്തരത്തിലൊരു സംഘർഷത്തിന് വഴിവെച്ചതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് UDF നേതൃത്വം ആരോപിക്കുന്നത്. എന്നാൽ ഈ ചോദ്യം ചെയ്യലൊരു വലിയൊരു സംഘർഷത്തിലേക്ക് പോവുകയും അവിടെ LDF പ്രവർത്തകർ UDF പ്രവർത്തകർക്ക് നേരെ കല്ലേറ് നടത്തുകയും ചെയ്തു. മറ്റു വടികൾ ഉപയോഗിച്ച് അടിച്ചുവെന്നുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഈ കല്ലേറിലാണ് CR മഹേഷിന് നെഞ്ചിലും കൈക്കുമൊക്കെ പരിക്കേൽക്കുകയുണ്ടായത്. ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. സംഘർഷം രൂക്ഷമായതോടെ ആണ് പോലീസ് ഇടപെട്ടത്. പോലീസ് കണ്ണീർവാതക ഷെല്ലും പ്രയോഗിച്ചു. ഇതിലും മറ്റു പലർക്കും ഷെല്ല് വന്നു വീണ് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പലർക്കും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ പരിക്കേറ്റവരെല്ലാം തന്നെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതുമായി സംഭവവുമായി ബന്ധപ്പെട്ട് LDF പ്രവർത്തകർക്കെതിരെ, കണ്ടാലറിയാവുന്ന LDF പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി രാജീവ്, ഇന്ന് കരിദിനം കൊല്ലത്ത്.